പൊട്ടൻഷ്യോമീറ്റർ ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് EMF മെഷർ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടല്ല, എന്നാലും കമ്പയർ ചെയ്ത് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്ത് നമുക്ക് മെഷർ ചെയ്യാം. ഓൾസോ we can measure PD accurately using potentiometer. That is the advantage of potentiometer over voltmeter. Voltmeter ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും EMF മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം EMF ഒരു വോൾട്ട്മീറ്റർ ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കുന്ന അവസ്ഥയിൽ ആ സെല്ലിൻ്റെ ടെർമിനലുകൾ തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് എന്ന് പറയുന്നത് ടെർമിനൽ PD ആണ്. അപ്പോൾ when a voltmeter is connected it can measure only terminal PD. പക്ഷേ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. ആദ്യം നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കാം. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഒരു വലിയൊരു വുഡൻ ബോക്സ് ആണ്. അതിൽ 10 മീറ്റർ നീളമുള്ള റെസിസ്റ്റൻസ് വയർ ഇങ്ങനെ മടക്കി സ്ട്രെച്ച് ചെയ്ത് കണക്ട് ചെയ്തേക്കാണ്. 10 മീറ്റർ നീളമുള്ള വയറാണ്, പക്ഷേ ഇങ്ങനെ മടക്കി അപ്പോൾ ഓരോ സെക്ഷനും 1 മീറ്റർ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻ വരയ്ക്കുമ്പോൾ ഇതേപോലെയാണ്. ഈ മൊത്തം 10 മീറ്റർ ഉള്ള AB എന്ന് പറയുന്ന യൂണിഫോം റെസിസ്റ്റൻസ് വയർ ആണ് ഇവിടെ നമ്മൾ ഇത്രയും കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സർക്യൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഈ AB എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ യൂണിഫോം റെസിസ്റ്റൻസ് വയർ. അതിലേക്ക് നമ്മൾ ഈ സർക്യൂട്ടിന് ഇത്രയത്തിന് പ്രൈമറി സർക്യൂട്ട് എന്നാണ് പറയുന്നത്. പ്രൈമറി സർക്യൂട്ടിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കീ ഉണ്ട്, ഒരു സെല്ലുണ്ട്. അത് പ്രൈമറി സർക്യൂട്ടിലെ സെല്ലായതുകൊണ്ട് പ്രൈമറി സെൽ എന്ന് പറയും. പിന്നെ ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്. റിയോസ്റ്റാറ്റിന്റെ മുകളിൽ നിന്ന് ബിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കീ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ AB എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വയറിലൂടെ ഒരു കറണ്ട് ഒഴുകും. ഈ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് റിയോസ്റ്റാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. റിയോസ്റ്റാറ്റിലെ സ്ലൈഡിങ് കോണ്ടാക്ട് മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് മാറും, ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെയുള്ള കറണ്ടും മാറും. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ ഒരു കറണ്ട് ഒഴുകുമ്പോൾ അതിൻ്റെ ഓരോ ലെങ്ത്തും ഒരു ഗിവൺ ലെങ്ത് എടുത്താൽ അതിന് അക്രോസ് ആയിട്ടുള്ള ഒരു PD ഉണ്ടായിരിക്കും. നമ്മൾ കൂടുതൽ ലെങ്ത്ത് ഏതൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്തിലാണ് നോക്കുന്നതെങ്കിൽ അതിൽ കൂടുതൽ PD ഉണ്ടായിരിക്കും. അപ്പോൾ ആ PD across a given length of potentiometer wire is proportional to that length of the wire. ആണല്ലോ, ആ ലെങ്ത് കൂടുന്ന അനുസരിച്ച് ആദ്യം കുറച്ച് ഭാഗത്തെ PD നമ്മൾ നോക്കുന്നതെങ്കിൽ ചെറിയ PD ഉണ്ടാവുള്ളൂ. കൂടുതൽ ലെങ്ത്തിലെ PD നോക്കുകയാണെങ്കിൽ കൂടുതൽ PD ഉണ്ടായിരിക്കും. അതായത് the potential difference across a given length of the potentiometer wire is proportional to that length of the wire. ഇനി നമുക്ക് EMF കണ്ടുപിടിക്കാനുള്ള സെല്ല് സെക്കൻഡറി സർക്യൂട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി സർക്യൂട്ടിൽ എന്താ ഉള്ളത്? പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ എല്ലാ എക്സ്പെരിമെന്റിലും കോമൺ ആയിരിക്കും. അതിലൊരു പ്രൈമറി സെൽ ഉണ്ടാവും. പിന്നെ ആ പൊട്ടൻഷ്യോമീറ്ററിലൂടെയുള്ള കറണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു റിയോസ്റ്റാറ്റ് ഉണ്ടാവും. ഇനി ഒരു കീ. ഇനി സെക്കൻഡറി സർക്യൂട്ടിലാണ് നമുക്ക് EMF കണ്ടുപിടിക്കേണ്ട സെക്കൻഡറി സെല്ല് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ആ സെക്കൻഡറി സെല്ലിൻ്റെ EMF E എന്ന് മാർക്ക് ചെയ്യാം. അതിൽ നിന്ന് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഗാൽവനോമീറ്റർ വഴി ജോക്കി എന്ന് പറയുന്നത് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ആണ്. ജോക്കി ഉപയോഗിച്ചാണ് നമ്മൾ ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. എന്താണ് ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത്? ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 കാണിക്കുന്ന ആ ലെങ്ത്തിനാണ് ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസിങ് ലെങ്ത്, അപ്പോൾ ജോക്കി ഇവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ബാലൻസിങ് ലെങ്ത് കിട്ടിയെങ്കിൽ ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് ഇവിടെ ബാലൻസിങ് ലെങ്ത്. അപ്പം നമ്മൾ ദിസ് ഇസ് എ സെക്കൻഡറി സർക്യൂട്ട്. അപ്പോൾ സെക്കൻഡറി സെൽ ഓഫ് EMF E is connected. ഗാൽവനോമീറ്റർ ഉണ്ട്, ജോക്കി. ദീസ് ആർ ദി പാർട്സ് ഓഫ് സെക്കൻഡറി സർക്യൂട്ട്. നമ്മൾ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ ജോക്കി മൂവ് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ബാലൻസിങ് ലെങ്ത്, അതായത് ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0 കാണിക്കുന്നു എന്ന് വിചാരിക്കുക. ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0 കാണിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ സെല്ലിൻ്റെ EMFഉം ഇത്രയും ഭാഗത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ബാലൻസ് ചെയ്ത് പോവുക. ഏതൊക്കെ തമ്മിലാണ് ബാലൻസ് ചെയ്യുന്നത്? സെല്ലിൻ്റെ EMFഉം ഇത്രയും ഭാഗത്തെ
പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് തമ്മിൽ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0 കാണിക്കുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത്രയും ഭാഗത്തെ പി ഡി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത് ആണെന്ന്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് across a given length of the potentiometer wire is proportional to that length എന്ന് പറഞ്ഞല്ലോ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസും സെല്ലിന്റെ EMF-ഉം ബാലൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഗാൽവനോമീറ്റർ കറണ്ട് 0 കാണിക്കുന്നത്. അപ്പോൾ ഈ ബാലൻസിങ് ലെങ്ത്തിൽ ഇത്രയും ഭാഗത്തെ പി ഡി ഈ ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ പി ഡിക്കും തുല്യമായ EMF ആ ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആണെന്നല്ലേ അർത്ഥം. അതായത് നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ ഇങ്ങനെ പറയാം: അറ്റ് ബാലൻസിങ് ലെങ്ത് ദി EMF of the secondary cell is proportional to balancing length. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ എന്താണ്? EMF of the secondary cell is proportional to symbol ഇടാലോ, proportional to balancing length. E is proportional to L. This is the principle of a potentiometer wire. ഇനി നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുള്ള ഫസ്റ്റ് എക്സ്പെരിമെന്റ് പഠിക്കാം. ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഈസ് ടു കമ്പയർ EMF ഓഫ് 2 സെൽസ്. നമ്മൾ മുന്നേ വരച്ച അതേ സർക്യൂട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം സർക്യൂട്ട് വരച്ചാൽ മതി, അല്ലെങ്കിൽ 2 സെല്ലും കണക്ട് ചെയ്യുന്ന സർക്യൂട്ടും കൂടെ ഞാൻ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വേണമെങ്കിൽ ഈ സെയിം സർക്യൂട്ട് തന്നെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇത് വരച്ചാലും മതി. അപ്പോൾ ഈ സർക്യൂട്ട് നിങ്ങൾ വരച്ച് പഠിക്കണം. അപ്പോൾ കമ്പാരിസൺ ഓഫ് EMFs പറയുമ്പോൾ നമ്മൾ 2 സെല്ലുകൾ ഒരുമിച്ച് വരയ്ക്കുന്നതായിട്ട് അങ്ങനെയും കൂടി വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2 സെല്ല്, ഫസ്റ്റ് സെല്ല്, സെക്കൻഡ് സെൽ, അപ്പോൾ 2 സെല്ലും വരയ്ക്കുന്നതായിട്ട് കാണിക്കുക. അപ്പോൾ അവിടെ ഒരു 2-way കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് 3 ടെർമിനലുകളുണ്ട്. അപ്പോൾ ഈ 3 ടെർമിനലുകൾ കാണിക്കുക. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും ടെർമിനലുകളിലേക്കാണ് നമ്മൾ 2 സെല്ല് കണക്ട് ചെയ്തേക്കാണ്. സെല്ലിൻ്റെ EMF E1 ആൻഡ് E2 എന്ന് മാർക്ക് ചെയ്യും. ഈ നടുക്കുന്നാണ് ബാക്കിയുള്ളത് നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെ ജോക്കി. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് സിമ്പിളാണ്. ഇതിന് വേണ്ടത് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ മാത്രം. പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? EMF of the secondary cell is proportional to balancing length. അപ്പോൾ നമ്മൾ കണക്ഷൻസ് ഒക്കെ റെഡിയാക്കി. കണക്ഷൻസ് ആർ മെയ്ഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. പടം വരച്ചിരിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ. ദെൻ നമ്മളിവിടെ കീ ഇട്ടു. ഇവിടെ കീ ഇട്ടപ്പോൾ ഈ ഭാഗം ക്ലോസ്ഡ് ആയി ഇതികൂടെയാണ് കറണ്ട് ഒഴുകുന്നത്. ഓക്കെ, നേരെ ഏത് സെല്ലാണ് ആക്റ്റീവ് ആവുന്നത്? E1 EMF ഉള്ള ഫസ്റ്റ് സെൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാ ദ സെൽ ഓഫ് EMF E1 is included in the circuit and balancing length is obtained. ബാലൻസിങ് ലെങ്ത് കിട്ടും നമുക്ക്. ആ ബാലൻസിങ് ലെങ്ത്തിന് നമുക്ക് L1 എന്ന് പേര് കൊടുക്കാം. E1 പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത് L1. ഓക്കെ, അതിനുശേഷം ആ കീ ഇവിടെ നിന്ന് ഊരിയിട്ട് ഇവിടെ ഇടും. അപ്പോൾ ഈ സർക്യൂട്ട് ആക്റ്റീവ് ആവും. സെക്കൻഡ് സെൽ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്യൂട്ട്. അതായത് E2 EMF ഉള്ള സെല്ല് അവിടെ ആക്റ്റീവ് ആകും. അപ്പോൾ നമുക്ക് ഒരു പുതിയ ബാലൻസിങ് ലെങ്ത് കിട്ടും. ദാറ്റ് ഈസ് L2. We can write E2 is proportional to L2. I repeat, first we will include the first cell in the circuit and balancing length is obtained. Then E1 will be proportional to L1. When the second cell of E2 is included in the circuit, a new balancing length is obtained, that L2. Then E2 will be proportional to L2. എങ്ങനെ വരും? ഇനി നമുക്ക് 2 ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് നോക്കാം. E1 by E2 is equal to L1 by L2 എന്ന് വരും.
ഇതിൽ നമുക്ക് ഒരു സെല്ലിന്റെ EMF അറിയാമെങ്കിൽ നെക്സ്റ്റ് വൺ കാൽക്കുലേറ്റ് ചെയ്യാം. E1 അറിയാമെങ്കിൽ E2 കാൽക്കുലേറ്റ് ചെയ്യാം. L1 L2 നമ്മൾ എക്സ്പെരിമെന്റിന്റെ സമയത്ത് മെഷർ ചെയ്യാണല്ലോ. E1 അറിയാമെങ്കിൽ E2 കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ E2 അറിയാമെങ്കിൽ E1 കാൽക്കുലേറ്റ് ചെയ്യാം. ബൈ നോയിങ് EMF ഓഫ് വൺ സെൽ the EMF of other cell can be calculated. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്താണ് EMF കണ്ടുപിടിക്കുന്നത്? ബൈ using potentiometer we can find the EMF of a cell by comparing it with the EMF of another cell. പൊട്ടൻഷ്യോമീറ്ററിന്റെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്? The resistance offered by the cell to the flow of current through it. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ അതേ സർക്യൂട്ട് തന്നെയാണ്, ആദ്യം വരച്ച അതേ സർക്യൂട്ട് തന്നെ, ചെറിയൊരു വ്യത്യാസം. നമ്മൾ ഈ സെക്കൻഡറി സെല്ലുണ്ടല്ലോ, സെക്കൻഡറി സെല്ലിൻ്റെ EMF E, അതിന് പാരലലായിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സും ഒരു കീയും കണക്ട് ചെയ്യും. ഈ K1 കൊടുക്കാം. ഫസ്റ്റ് കീ K ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കീ ഉള്ളതുകൊണ്ട് K1 എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏറ്റവും ആദ്യം വരച്ച സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെല്ലിന് പാരലലായിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സും ഒരു കീയും കണക്ട് ചെയ്യാം. ഈ എല്ലാ സർക്യൂട്ട് ഡയഗ്രവും കമ്പയർ ചെയ്ത് പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവും, എല്ലാം ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ? പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ EMF of the secondary cell is proportional to balancing length. അപ്പോൾ ഇവിടെ ഈ കീ K1 ഓപ്പൺ ആണെങ്കിൽ ഇതിക്കൂടെ ഈ സർക്യൂട്ടിക്കൂടെ കറണ്ട് ഒഴുകുന്നില്ല. അപ്പം നമ്മുടെ പഴയ അവസ്ഥ തന്നെയാണ്. അന്നേരം സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് ബാലൻസിങ് ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ്, സെല്ലിൽ നിന്ന് ഇതിൽ കൂടെ ഒരു കറണ്ട് എടുക്കുന്നു. സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കുന്ന അവസ്ഥയിൽ സെല്ലിൻ്റെ രണ്ട് ടെർമിനലുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്താ പറയുക? ടെർമിനൽ PD. ടെർമിനൽ PDയുടെ ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ER/R+R. അതാണ് ടെർമിനൽ PDയുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്കിവിടെ ആവശ്യമുണ്ട്. ഇത് സെല്ലിൻ്റെ EMF R എന്ന് പറയുന്ന ആ സെല്ലിന് പാരലായിട്ട് കൊടുത്തിരിക്കുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റർ, സ്മോൾ r എന്ന് പറയുന്നത് സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ടെർമിനൽ PD. അപ്പോൾ ടെർമിനൽ PDക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് ബാലൻസിങ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം, EMFന് പ്രൊപ്പോർഷണൽ ആയിട്ട് ബാലൻസിങ് ലെങ്ത്തും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം, ദെൻ കണക്ഷൻസ് ആർ മെയ്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. നമ്മൾ ആദ്യം ഈ റെസിസ്റ്റൻസ് ബോക്സിൽ ഒരു സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് ഈ കീ ഓപ്പൺ ആയിട്ടും ക്ലോസ്ഡ് ആയിട്ടും രണ്ട് രീതിയിലും നമ്മൾ ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് ബോക്സിൽ ഒരു സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഈ കീ K1 ഈസ് കെപ്റ്റ് ഓപ്പൺ ആയിട്ടിട്ടേക്കാണ്. അപ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഇല്ലാത്ത അവസ്ഥ പോലെ തന്നെയാണ്. എന്നിട്ട് ഒരു ബാലൻസിങ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ ബാലൻസിങ് ലെങ്ത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഈ സെല്ലിന്റെ EMFന്. അപ്പോൾ when K1 is open, balancing length is proportional to EMF of the cell. E is proportional to L1 എന്ന് കൊടുക്കാം. കാരണം വേറെ അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ പുതിയൊരു ബാലൻസിങ് ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത്, അതിന് L2 എന്നും കൊടുക്കാം. അപ്പോൾ when K1 is open, the balancing length L1 is proportional to the EMF of the cell. ഇവിടെ ഈ സർക്യൂട്ട് ഉണ്ട് കേട്ടോ, പക്ഷേ ആ കീ ഓപ്പൺ ആയതുകൊണ്ട് ഇതിവിടെ കറണ്ട് ഒഴുകുന്നില്ല. അപ്പോൾ ഈ സർക്യൂട്ട് ഇല്ലാത്ത അതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിച്ചത്. when K1 is open, E is proportional to L1. ഇനി കീ ക്ലോസ് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഒഴുകുന്നു, അതായത് സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കുന്നു. സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കുന്ന അവസ്ഥയിൽ സെല്ലിന്റെ EMF അല്ല നമുക്ക് കിട്ടുന്നത്, EMFന് പകരം ടെർമിനൽ PD ആണ്. അന്നേരം നമുക്ക് കിട്ടുന്ന ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്ന സെല്ലിന്റെ ടെർമിനൽ PDക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. when K1 is closed, balancing length is proportional to terminal PD. Terminal PD
ഈസ് പ്രൊപ്പോർഷണൽ ടു എ ന്യൂ ബാലൻസിങ് ലെങ്ത് എന്നതിനെ നമുക്ക് L2 എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് ഇക്വേഷൻ 1. ടെർമിനൽ പി ഡിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ER ഡിവൈഡഡ് ബൈ R പ്ലസ് R പ്രൊപ്പോർഷണൽ ടു L2 എന്ന് വരും. ടെർമിനൽ പി ഡിയുടെ ഇക്വേഷന് ഇക്വേഷൻ 2 എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് ഇക്വേഷൻ 1/2 ചെയ്ത് നോക്കാം. അപ്പോൾ E ഡിവൈഡഡ് ബൈ ER ബൈ R പ്ലസ് R ഈസ് ഈക്വൽ ടു L1 ബൈ L2 എന്ന് വരും. ഈ കട്ടായി പോകും. ഈ R പ്ലസ് R മേളിലേക്ക് പോകും. അപ്പോൾ R പ്ലസ് R ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു L1 ബൈ L2. Then ഈ R വെച്ച് ഓരോ ലെറ്ററും ഡിവൈഡ് ചെയ്ത് R ബൈ R 1 പ്ലസ് സ്മോൾ r ബൈ ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു L1 ബൈ L2. ഈ 1 നമ്മൾ അപ്പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ R ബൈ R ഇസ് ഈക്വൽ ടു L1 ബൈ L2 മൈനസ് 1. നമുക്ക് എന്തിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്? സ്മോൾ ആറിൻ്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. അപ്പോൾ R ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ R ഇൻറ്റു L1 ബൈ L2 മൈനസ് 1. This is equation for internal resistance of a cell. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമ്മൾക്ക് രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാം. Also we can find the internal resistance of a cell.